യെസ്, ഇപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് അഞ്ചാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. അഞ്ചാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ നെയിമാണ് ഗിൻതി. ഗിൻതി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പേഴ്സ് ആണ് അല്ലേ, അതായത് എണ്ണൽ സംഖ്യകളാണ്. അപ്പോൾ നമ്മൾ 1 to 10 വരെയുള്ള നമ്പേഴ്സാണ് പഠിക്കാൻ പോകുന്നത്. അത് ഹിന്ദിയിൽ എങ്ങനെ എഴുതും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? നോക്കിയല്ലേ? നമുക്ക് നോക്കിയാലോ? ഓക്കെ, റെഡി ആയിട്ട് ഇരിക്കുക അല്ലേ? അപ്പോൾ മിസ് ഇവിടെ ടോട്ടലി ഉള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 to 10 വരെയുള്ള ഹിന്ദി നമ്പേഴ്സ് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് യൂസ് ചെയ്യുന്ന ഒരു വോയിസ് ശബ്ദം അതും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് പഠിക്കാം. ഓക്കെ, മിസ് ഇതിപ്പോൾ ഫുള്ളായിട്ട് പറയുന്നില്ല, നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് 1, 2, 3 ഈ 3 നമ്പേഴ്സുമാണ്. അപ്പോൾ റെഡി അല്ലേ? നോക്കിയാലോ? 0 സിമ്പിളാട്ടോ. 0 എന്നെങ്ങനെയാണ് നമ്മളെങ്ങനെയാണോ മലയാളത്തിലൊക്കെ 0 ഇടുന്നത് അതുപോലെ തന്നെയാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. ഇപ്പോൾ 1, 2, 3 ഇത് 3 മാത്രമേ നമ്മളിന്ന് നോക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കിയാലോ? ഇവിടെ മിസ് കൊടുത്തിട്ടുണ്ട് 1 എന്ന് എങ്ങനെയാണ് നമ്മൾ പറയുക ഹിന്ദിയിലെ? ഏക്ക്. ഓക്കെ, ഒന്ന് പറഞ്ഞ എല്ലാവരും. 1ന് നമ്മൾ ഏക്ക് എന്നാണ് പറയുക. ഓക്കെ, ഏക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, താഴെ കൊടുത്ത കണ്ടോ? ഏക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ എഴുതുക? നമുക്കൊക്കെ അറിയാം അല്ലേ? എഴുതാൻ അറിയാം, എല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് ഹിന്ദിയിൽ എഴുതാനും റീഡ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അതന്നെ നോക്കാം. നോക്കിക്കോളൂ കേട്ടോ. ഏക്ക് എന്നെങ്ങനെ എഴുതും? നമ്മൾ എ എന്ന് എഴുതുന്നു, പിന്നെയോ ക എന്ന് എഴുതുക, നേരെ വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഏക്ക് എന്ന് എഴുതാം. ഓക്കെ, ഒന്നുകൂടെ മിസ് എഴുതി കാണിക്കാം കേട്ടോ, ശ്രദ്ധിച്ചോളൂ. ആദ്യം നമ്മൾ എ എന്ന് എഴുതും, പിന്നെ ക എന്ന് എഴുതും അല്ലേ? ഇങ്ങനെയാണ് ഏക്ക് എന്ന് എഴുതാം. ഇനി നമുക്ക് എങ്ങനെയാണത് നമ്പേഴ്സ് എഴുതാൻ നോക്കാം കേട്ടോ. നമ്പറായിട്ട് എങ്ങനെ എഴുതുന്നുള്ളതെന്ന് നോക്കാം. നോക്കിയേ, 1 എന്നിവിടെ കൊടുത്തിട്ടുണ്ടല്ലേ? ഇതുപോലെ എങ്ങനെയാണ് ഹിന്ദിയിൽ എഴുതുക? കണ്ടല്ലോ അല്ലേ? ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എഴുതാൻ പഠിക്കാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 0 എന്ന് കൊടുക്കാം. ഓക്കെ, 0 എന്ന് കൊടുക്കുക, എന്നിട്ട് നേരെ ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാറില്ലേ ഇങ്ങനെ? ഇല്ലേ? അതുപോലെയാണ് 1 ഇടുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഹിന്ദിയിൽ 1 എന്ന് എഴുതാം. സിമ്പിൾ അല്ലേ? നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്ന ആ ഒരു രൂപത്തിൽ ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ മതി. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എങ്ങനെയാണ് 2 എന്ന് എഴുതാന്നുള്ളത് നോക്കാം. 2 ഇതും സിമ്പിളാട്ടോ. 2 എന്നതിന് നമ്മൾ ഹിന്ദിയിൽ എന്താണ് പറയുക? ഹിന്ദിയിൽ ധോ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ധോ എന്നാണ് പറയുക. അതെങ്ങനെ എഴുതും? ആദ്യം നമ്മൾ ധ എന്ന് എഴുതുന്നു, ദെൻ ധോ എന്നാക്കാനുള്ള ആ ഒരു ചിഹ്നം ഇട്ട് കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് 2 എന്ന് എഴുതാൻ പഠിക്കാം. അപ്പം നോക്കിയേ, 2 എന്നെങ്ങനെ എഴുതാൻ നമുക്കറിയാം അല്ലേ? മലയാളത്തിൽ 2 എന്ന് എഴുതാൻ അറിയില്ല എല്ലാവർക്കും? അറിയാം. എങ്ങനെയാണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മോഡൽ തന്നെയാണ് നമ്മൾ ഇങ്ങനെ എഴുതാറില്ലേ? 2 ഇങ്ങനെ എഴുതാറുണ്ട് ഇല്ലേ? ഇങ്ങനെ എഴുതാറില്ലേ? അതുപോലെ തന്നെയാണ് ഹിന്ദിയിൽ എഴുതുക. എങ്ങനെയാണ് ഇത് എഴുതിയിട്ടുള്ള നോക്കിയേ? ഇങ്ങനെയാണ് ഹിന്ദിയിൽ 2 എന്ന് എഴുതുക. നമ്മൾ മലയാളത്തിലും ചില സമയത്ത് ഇങ്ങനെ എഴുതാറുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് 2 എന്ന് എഴുതുക ഹിന്ദിയിൽ. മിസ് ഒന്നുകൂടെ കാണിക്കാൻ നോക്കിക്കോളൂ കേട്ടോ. നമ്മൾ 2 എന്ന് എഴുതുന്ന പോലെ ഇടുക, കണ്ടോ? അതുപോലെ തന്നെയാണ് ഹിന്ദിയിലും എഴുതുക. സിമ്പിൾ അല്ലേ ഇത്? ഓക്കെ, ഇനി നമുക്ക് 3 എന്നെങ്ങനെ എഴുതുക എന്നുള്ളത് നോക്കാം. ഓക്കെ, 3 അതും സിമ്പിളാണ് കേട്ടോ. നമ്മൾ മലയാളം എഴുതുന്ന രൂപത്തിൽ തന്നെയാണ് ഹിന്ദിയിലും എഴുതുക. അപ്പോൾ 3 എന്നതിന് നമ്മൾ ഹിന്ദിയിൽ എങ്ങനെയാണ് റീഡ് ചെയ്യുക? തീൻ. എങ്ങനെയാണ്? തീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെ നമ്മൾ എഴുതാന്നുള്ളതൊന്ന് നോക്കാം. ആദ്യം ത എന്ന് എഴുതുന്നു, ദെൻ തീ എന്നാക്കാനുള്ള ചിഹ്നം ഇടുന്നു, ന എന്ന് എഴുതുന്നു. തീൻ. ഓക്കെ, തീൻ. ഇനി നമുക്ക് എങ്ങനെയാണത് എഴുതാന്നുള്ളതൊന്ന് നോക്കാം കേട്ടോ. നമ്പറായിട്ട് നോക്കിയേ, നമ്മൾ 3 എന്ന് എഴുതൂല്ലേ? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയല്ലേ 3 എന്ന് എഴുതുക? അതേ രൂപത്തിൽ തന്നെയാണ് നമ്മൾ ഹിന്ദിയിലും എഴുതാം. കണ്ടോ? ഇങ്ങനെ എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക? സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, റൗണ്ട് ചെയ്ത് താഴേക്ക് കൊണ്ടുവരാം. സിമ്പിൾ അല്ലേ? ഇങ്ങനെയാണ് ഹിന്ദിയിൽ നമ്മൾ 3 എന്ന് എഴുതാം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഏതൊക്കെയാണ് പഠിച്ചത്? എ, ദോ, തീ. ഓക്കെ, ഈ 3 നമ്പേഴ്സുമാണ് പഠിച്ചത്. ഇനി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് എക്സസൈസ് ഒന്ന് നോക്കിയാലോ? ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനാണ് കേട്ടോ, ഇത് എഴുതി പഠിക്കാനാണ്. അതായത് ഇതിന് മുകളിലൂടെ എങ്ങനെ എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിയും. എന്നിട്ട് അതുപോലെ ഇവിടെ ഒന്ന് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിയും. അതുപോലെ 2ഉം ചെയ്യുക, 3യും ചെയ്യാം. ഓക്കെ, എ, ദോ, തീൻ ഇത് 3ആണ് പഠിച്ചത്. അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ എഴുതിയാൽ തന്നെ നിങ്ങൾക്കിത് പഠിയും. അപ്പോൾ ഇതെങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നോക്കിയേ, യൂണിറ്റ് ടാസ്ക് ദിയേ ഗയേ അങ്കോം കോ ശബ്ദോ മേം ലിഖിയേ. അതായത് ഇവിടെ 1, 2, 3 തന്നിട്ടുണ്ട്. ഇതൊക്കെ ഹിന്ദിയിൽ നമ്മൾ എങ്ങനെയാണ് റീഡ് ചെയ്യുക? 1ന് നമ്മൾ ഹിന്ദിയിൽ എങ്ങനെയാണ് പറയുക? ഏക്ക്. അപ്പോൾ ഏക്ക് എന്നുള്ളത് നമ്പറായിട്ടല്ല, നിങ്ങൾ എങ്ങനെ എഴുതണം? വേർഡായിട്ട് ഇങ്ങനെ എഴുതണം, ഏക്ക്. അതുപോലെ തന്നെ നമ്മൾ 2ന് എന്ത് പറയും? ധോ. കണ്ടോ? ഇങ്ങനെ എഴുതാം. ഇനി 3ക്ക് എന്ത് പറയും? തീൻ അല്ലേ? ഇതാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള യൂണിറ്റ് ടാസ്ക്. അപ്പോൾ ഇതെല്ലാവരും സ്വന്തമായിട്ട്, ഇപ്പോൾ മിസ് ചെയ്തിട്ടുണ്ട്, ഇത് നോക്കാതെ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ക്ലാസ്.